പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പലരും മലയാളികളായിട്ടുള്ളവരുണ്ട് എന്നറിയാം. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ സെൻറ്റൻസ് എന്നൊരു സംഭവത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ തെറ്റുകുറ്റങ്ങൾ വരാം, സ്വാഭാവികമാണ്. കാര്യം ഇത് നമ്മുടെ മാതൃഭാഷയല്ല. അപ്പം തെറ്റുകൾ വന്നാൽ അത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഒരാൾക്ക് കൊടുക്കേണ്ടി വന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നെനിക്ക് വ്യക്തമായതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്ക് അങ്ങ് വിട്ടു. ആളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ആ ശ്രമം ഞാനങ്ങ് വിട്ടു. അപ്പോൾ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്, ബെറ്റർ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഇതുപോലെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് അത് ക്ലിയർ ആകും. നമ്മൾ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ എനിക്കത് ശരിക്കും ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ നോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നൊന്ന് വായിക്കാം. What is an assertive sentence? An assertive sentence, also known as a declarative sentence, is a sentence that makes a statement or declaration of a fact, opinion, or belief. It simply states information in a direct and straightforward way. Here are some examples of assertive sentences that state real facts. The earth revolves around the sun rises in the east. ശ്രദ്ധിക്കുക, ഇവിടെ എഴുതിയിരിക്കുന്ന ഈ രണ്ട് സെൻറ്റൻസും ഗ്രമാറ്റിക്കലി കറക്റ്റ് ആൻഡ് ഫാക്ച്വലി കറക്റ്റ്, തെറ്റില്ല. ഇതിൻ്റെ ഗ്രാമറും ശരിയാണ്, ഇതിൻ്റെ ഫാക്റ്റും ശരി തന്നെയാണ്. നെക്സ്റ്റ്, ഹിയർ ആർ സം എക്സാമ്പിൾസ് ഓഫ് അസർട്ടീവ് സെൻറ്റൻസസ് ദാറ്റ് സ്റ്റേറ്റ് ഫാക്ട്സ് വിച്ച് ആർ ഫാക്ച്വലി ഇൻകറക്റ്റ്. എക്സാമ്പിൾ, Indians are Christians. The sentence is grammatically correct but factually incorrect because there are also other religions in India. Second one, what do birds have webbed feet? The sentence is grammatically correct but factually incorrect because there are also water birds without webbed feet. പ്രിയമുള്ളവരെ, ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതായത് നമ്മൾ അസർട്ടീവ് സെൻറ്റൻസസ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തെ ഇതുപോലെ ഫാക്ട്സ് റിയൽ ആണോ എന്നുള്ളതും കൂടി ഒന്ന് നോക്കുക. അതായിരിക്കും ബെറ്റർ. പ്രത്യേകിച്ച് നമ്മൾ ലാംഗ്വേജ് അല്ലാതെ സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന ആൾക്കാർക്കാണ് ഈ മിസ്റ്റേക്സ് വരുന്നത്. കാര്യം അവർ സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ലാംഗ്വേജിനോട് വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. കാര്യം കുട്ടികളെ ധരിപ്പിക്കുക എന്നൊരു പർപ്പസ് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ഈ ലാംഗ്വേജിൻ്റെ അകത്തെ മിസ്റ്റേക്സിനെ കുറിച്ച് അവർ ലീസ്റ്റ് ബോധേഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു വസ്തുത കണ്ടു, അതുകൊണ്ട് ഇത്രയും എക്സ്പ്ലനേഷൻ തരേണ്ടി വന്നു.